നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള വാർത്താ ഏജൻസികളെ പേടിപ്പിച്ചും ആണവ ഭീഷണികൾ മുഴക്കിയും ജീവിക്കുന്ന ഒരു ഏകാധിപതി കിം ജോങ് ഉൻ. അദ്ദേഹത്തിന്റെ ഭരണകൂടമെന്നാൽ പട്ടിണിയും ദാരിദ്ര്യവും മിസൈലുകളും മാത്രമാണ് എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ അടഞ്ഞ ഈ ഇരുമ്പുമറയ്ക്ക് പിന്നിൽ കിമ്മിനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ ലോകമുണ്ട്, ഒരു പെൻസേന. വിചിത്രമായ നിയമങ്ങളോടെ തെരഞ്ഞെടുക്കപ്പെടുന്ന, അദ്ദേഹത്തിന് സന്തോഷം നൽകാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഒരു സംഘം. കിപ്പും ജോ അല്ലെങ്കിൽ പ്ലഷർ സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ഈ സേന എന്താണ്, എങ്ങനെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്? കിമ്മിന്റെ ഈ രഹസ്യ ലോകത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ നമ്മൾ അതാണ് അന്വേഷിക്കുന്നത്. നോർത്ത് കൊറിയയിലെ സാധാരണ പൗരന്മാർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുമ്പോൾ കിം ജോങ് ഉൻ ജീവിക്കുന്നത് ഒരു അതിമാനുഷ്യനെ പോലെയാണ്. UN ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ആഡംബര വസ്തുക്കൾക്കായി കോടിക്കണക്കിന് ഡോളറാണ് ചെലവഴിക്കുന്നത്. സ്വിസ് ആഡംബര വാച്ചുകൾ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ച ലിമോസിനുകൾ, 17ലധികം കൊട്ടാരങ്ങളും വില്ലകളും. ഇതിലെല്ലാം കിമ്മിന്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കായി മാത്രം നിർമ്മിച്ചവയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ യാച്ചിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളം പോലുമുണ്ട്. ഭാര്യ റീ സോൾ ജുവും സഹോദരി കിം യോ ജോങ്ങും പോലും ലോകം കണ്ട ആഡംബര ബ്രാൻഡുകളാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തിന്റെ പണം എങ്ങനെയാണ് ഈ ആഡംബരങ്ങൾക്ക് വേണ്ടി വകമാറ്റുന്നത്? ഹാക്കിംഗ്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയ ക്രിമിനൽ ശൃംഖലകളിലൂടെ സമാഹരിക്കുന്ന കോടികളാണ് കിമ്മിന്റെ റൂം 39 എന്ന രഹസ്യ ഫണ്ട് നിയന്ത്രിക്കുന്നത്. എന്താണ് കിപ്പും ജോ? ഈ ആഡംബര ജീവിതത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായമാണ് കിപ്പും ജോ എന്നറിയപ്പെടുന്ന സന്തോഷത്തിന്റെ സേന. 1970കളിൽ കിം ഇൽ സുങ്ങിന്റെ ഭരണകാലത്ത് തുടങ്ങിയ ഈ സമ്പ്രദായം നിലവിൽ കിം ജോങ് ഉന്നിന് കീഴിൽ ഏകദേശം 2000ഓളം യുവതികളെ ഉൾക്കൊള്ളുന്നു എന്നാണ് വിമതരുടെ വെളിപ്പെടുത്തലുകൾ. കിമ്മിനും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വിനോദം, മസാജ്, ലൈംഗിക സേവനം എന്നിവ നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. കിപ്പും ജോ പ്രധാനമായും 3 ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഗാമുഗോ, പാട്ടും നൃത്തവും അവതരിപ്പിക്കുന്ന വിനോദ വിഭാഗം. രണ്ടാമത്തേത് ഹാങ് ബോക്സ് ജോ, മസാജ് പോലുള്ള സുഖസേവനങ്ങൾ നൽകുന്ന വിഭാഗം. അവസാനത്തത് മാൻ ജോക് ജോ, ഏറ്റവും ഭീകരമായ ലൈംഗിക സേവനങ്ങൾക്കായി നിയമിക്കപ്പെട്ട വിഭാഗം. ഈ സ്ത്രീകൾ വെറും ഉദ്യോഗസ്ഥരല്ല, കിമ്മിന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം പരിശീലിപ്പിക്കപ്പെടുന്നവരാണ്. കിപ്പും ജോയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ നിയമനം പോലെയല്ല, അത് രാജ്യത്തെ ഏറ്റവും ഭീകരമായ രഹസ്യങ്ങളിലൊന്നാണ്. ഓരോ വർഷവും ഉന്നത ഉദ്യോഗസ്ഥർ സ്കൂളുകളിലും ക്ലാസ് മുറികളിലുമെത്തി ഏറ്റവും സുന്ദരികളായ കൗമാരപ്രായക്കാരെ തെരഞ്ഞെടുക്കുന്നു. ഈ പെൺകുട്ടികൾക്ക് 20 വയസ്സുവരെ പ്രായമുണ്ടാകാം. പ്രധാനമായും സൗന്ദര്യം, ഉയരം, രാഷ്ട്രീയ വിശ്വസ്തത എന്നിവയാണ് മാനദണ്ഡം. തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് ഇവർ ഒരു കഠിനമായ പരിശോധനയ്ക്ക് വിധേയരാകണം. വിർജിനിറ്റി ടെസ്റ്റ്, കന്യകമാരായിരിക്കണം എന്നത് നിർബന്ധമാണ്. കുടുംബ പരിശോധന, കുടുംബത്തിൽ ആരെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയോ ദക്ഷിണ കൊറിയയിലേക്ക് ഓടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അയോഗ്യരാകും. ശരീര പരിശോധന, ശരീരത്തിൽ ചെറിയ പാടുകളോ മറ്റു ന്യൂനതകളോ ഉണ്ടെങ്കിൽ പോലും പുറത്താക്കപ്പെടും. ഈ ഭീകരമായ പരിശോധനകൾക്ക് ശേഷം ചുരുക്കം ചിലരെ പ്യോങ്യാങ്ങിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും കിമ്മിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഠിന പരിശീലനം നൽകുകയും ചെയ്യുന്നു. കിം ജോങ് ഉന്നിന്റെ ഭാര്യ റീ സോൾ ജു പോലും ഒരു കാലത്ത് നോർത്ത് കൊറിയയുടെ ആർമി ഓഫ് ബ്യൂട്ടീസ് എന്ന സംഘത്തിൽ അംഗമായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. കിമ്മിന്റെ ദിനചര്യയിൽ പോലും ഈ പെൺസേനയുടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ മുറിയിൽ മനോഹരമായ പെൺകുട്ടികൾ പുഞ്ചിരിയോടെ നിൽക്കണം. കിമ്മിന്റെ 20 ലക്ഷം രൂപ വിലയുള്ള കസ്റ്റം മെയ്ഡ് ബെൽഗ ചെരുപ്പുകൾ ധരിപ്പിക്കുന്നത് പോലും ഈ പെൺകുട്ടികളാണ്. ചെരുപ്പ് തലതിരിച്ചു ധരിപ്പിച്ചതിന് ഒരു ആൺകുട്ടിയെ ശിക്ഷിച്ചതിനു ശേഷം ഈ ജോലിക്ക് പെൺകുട്ടികളെ മാത്രം നിയമിച്ചു എന്നാണ് അഭ്യൂഹം. കിമ്മിന്റെ ഭക്ഷണത്തിനായി യൂറോപ്പിൽ നിന്ന് പ്രത്യേക ഷെഫുകൾ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള പഴയ വീഞ്ഞുകളും 1 ലക്ഷത്തിലധികം വിലയുള്ള മദ്യക്കുപ്പികളുമാണ് അദ്ദേഹത്തിന്റെ രാത്രി ഭക്ഷണത്തിന് മേശപ്പുറത്തുണ്ടാകുക. വർഷം തോറും മദ്യത്തിനായി മാത്രം അദ്ദേഹം 250 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നു എന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കുളിക്കാനും പ്രത്യേക പെൺകുട്ടികൾക്ക് ഡ്യൂട്ടിയുണ്ട്.
മൃദുലമായ ടവലിൽ തുടച്ച് വസ്ത്രം ധരിപ്പിക്കുന്നതുവരെയെല്ലാം ഇവരുടെ ചുമതലയാണ്. കിപ്പും ജോയിൽ നിന്ന് ഒരാൾക്ക് ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല. കിമ്മിന്റെ ആവശ്യം ഒരു ഉത്തരവല്ല, ഒരു വരമാണെന്നാണ് നോർത്ത് കൊറിയൻ സമൂഹം വിശ്വസിക്കുന്നത്. ഏകദേശം 22 വയസ്സെത്തുമ്പോൾ കിപ്പും ജോയിലെ സേവനം അവസാനിക്കും. ശേഷം കിമ്മിന്റെ വിശ്വസ്തരായ ബോഡി ഗാർഡുകൾക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഇവിടെ നിർബന്ധിതമായി വിവാഹം ചെയ്തു നൽകും. ഇവരുടെ ജീവിതത്തിലെ ഭീകരമായ രഹസ്യങ്ങൾ പുറത്തുപോകാതിരിക്കാനാണ് ഈ നീക്കം. കിമ്മിന്റെ ഏതെങ്കിലും ഇഷ്ടക്കേടോ അനുസരണക്കേടോ ഉണ്ടായാൽ അത് ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ അസ്തിത്വത്തെയും ഇല്ലാതാക്കും. മുൻപ് കിമ്മിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനെ കൊട്ടാരത്തിലെ മത്സ്യക്കുളത്തിൽ സ്രാവുകൾക്കിടയിലേക്ക് ജീവനോടെ എറിഞ്ഞതായി പോലും റിപ്പോർട്ടുകളുണ്ട്. നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ ഈ സേനയുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന സമ്മർദ്ദം സാധാരണ മനുഷ്യന്റെ ഭാവനയ്ക്ക് അതീതമാണ്. കിം ജോങ് ഉന്നിനെക്കുറിച്ച് അടുത്തിടെ പുറത്തുവന്ന ഏറ്റവും പുതിയ ഒരു അഭ്യൂഹം അദ്ദേഹത്തിന്റെ മകൾ കിം ജു എയെ അടുത്ത പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ്. പൊതുവേദിയിൽ അവരെ പലപ്പോഴും കിമ്മിനൊപ്പം കണ്ടുവരുന്നത് ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി നൽകുന്നു. കിമ്മിന് അടുത്ത പിൻഗാമി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ചിന്ത ശക്തമാകുമ്പോൾ പോലും കിപ്പും ജോയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിലനിർത്തുന്നതിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അധികാരത്തിന്റെ ഈ ഇരുണ്ട ലോകത്ത് പഴയ ദുശീലങ്ങൾ തുടർന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെയും രാജ്യത്തെയും അദ്ദേഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യം ഇപ്പോഴും ലോകത്തിനു മുന്നിൽ ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു. വടക്കൻ കൊറിയയുടെ ഏറ്റവും പുതിയ വാർത്തകളിൽ രാജ്യത്തെ ആണവായുധശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ കിം ജോങ് ഉൻ ശക്തമാക്കുന്നതിലാണ് ലോകശ്രദ്ധ. ആണവ പദ്ധതി വേഗത്തിൽ വികസിപ്പിക്കണമെന്ന് അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരോടും ശാസ്ത്രജ്ഞരോടും ആഹ്വാനം ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ചർച്ചാ വാഗ്ദാനങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞതായും ആണവായുധങ്ങൾ ചർച്ചാവിഷയമാക്കില്ലെന്നും കിം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ വിദേശ സ്വാധീനം ഇല്ലാതാക്കാനായി ഐസ്ക്രീം, ഹാംബർഗർ തുടങ്ങിയ ഇംഗ്ലീഷ് പദങ്ങൾ ടൂറിസ്റ്റ് മേഖലയിൽ ഉപയോഗിക്കുന്നതിന് കിം അടുത്തിടെ നിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. ഒരു വശത്ത് രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി 1000 രഹസ്യങ്ങൾ ഒളിപ്പിച്ച ആഡംബര കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നു. ഇത് വെറും അധികാരം മാത്രമല്ല, മനുഷ്യത്വത്തിനെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. പട്ടിണി കിടക്കുന്ന ജനതയുടെ നികുതി പണമാണ് കിമ്മിന്റെ ഓരോ വിചിത്രമായ ആഡംബരത്തിനും ഇന്ധനമാകുന്നത്. നിങ്ങൾ എന്തു കരുതുന്നു? ഈ ദുരവസ്ഥയ്ക്ക് എന്നൊരവസാനമുണ്ടാകും? കിം ജോങ് ഉന്നിന്റെ ഈ ഇരുണ്ട രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശുഭദിനം.